ആകാശഗംഗയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. 2026 ജൂലൈ മാസത്തെ രാശിഫലങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഇടവക്കൂറുകാരുടെ, അതായത് കാർത്തികയുടെ അവസാനത്തെ മുക്കാൽ ഭാഗം, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജൂലൈ മാസത്തെ പൊതുഫലമാണ്. ഈ മാസം നിങ്ങളുടെ തൊഴിൽ, ബിസിനസ്, സാമ്പത്തികം, കുടുംബജീവിതം, പ്രണയം, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവയൊക്കെ എങ്ങനെയായിരിക്കും? ഏതൊക്കെ കാര്യങ്ങളിലാണ് നിങ്ങൾ കൂടുതൽ ശ്രദ്ധയൊക്കെ പുലർത്തേണ്ടത്? എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ട പ്രതിവിധികൾ? ഇവയെല്ലാം വളരെ വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. ഫലങ്ങളിലേക്കൊക്കെ കടക്കുന്നതിന് മുൻപ് ജൂലൈ മാസത്തെ ഗ്രഹനില ഒന്ന് പരിശോധിക്കാം. കാരണം ഗ്രഹങ്ങളുടെ ഈ മാറ്റങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കാൻ പോകുന്നത്. സൂര്യൻ ജൂലൈ 16 വരെ നിങ്ങളുടെ രണ്ടാം ഭാവമായ മിഥുനത്തിലും അതിനുശേഷമായ മൂന്നാം ഭാവമായ കർക്കിടകത്തിലേക്കും രാശി മാറുന്നുണ്ട്. ചൊവ്വ നിങ്ങളുടെ സ്വന്തം രാശിയായ ഇടവത്തിൽ തന്നെ തുടരുന്നു. ജൂലൈ 7 തീയതി വരെ കർക്കിടകത്തിലായിരുന്നു ബുധൻ. വക്രഗതിയായി വീണ്ടും മിഥുനൻ രാശിയിലേക്ക്, നിങ്ങളുടെ രണ്ടാം ഭാവത്തിലേക്ക് വരുന്നു. അതുപോലെ വ്യാഴം ഉച്ചസ്ഥനായി നിങ്ങളുടെ മൂന്നാം ഭാവമായ കർക്കിടകത്തിലാണ്. ശുക്രൻ 4-ാം ഭാവമായ ചിങ്ങൻ രാശിയിലുണ്ട്. ശനി 11-ാം ഭാവമായ മീനൻ രാശിയിലൂടെയും സഞ്ചരിക്കുന്നു. രാഹു 10-ാം ഭാവമായ കുംഭത്തിലും കേതു 4-ാം ഭാവമായ ചിങ്ങത്തിലും ശുക്രനോടൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. ഈ ഒരു ഗ്രഹനില വെച്ച് നോക്കുമ്പോൾ ഒരു സമ്മിശ്ര ഫലമായിരിക്കും. അതായത് ചില കാര്യങ്ങളിൽ അതീവ ശ്രദ്ധയും ചില കാര്യങ്ങളിൽ വലിയ വിജയവും തരുന്ന ഒരു മാസമായിരിക്കും ഇടവക്കൂറുകാർക്ക് ഈ ജൂലൈ മാസം വരാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് നിങ്ങളുടെ കരിയർ മേഖല എങ്ങനെ ഉണ്ടാകും എന്ന് പരിശോധിക്കാം. ഇടവക്കൂറുകാരുടെ 10-ാം ഭാവത്തിലാണ് രാഹു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ തൊഴിൽ രംഗത്തെ വലിയ ആഗ്രഹങ്ങളും മാറ്റങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ്. ചൊവ്വ ജന്മരാശിയിലൊക്കെ നിൽക്കുന്നതിനാൽ ജോലിസ്ഥലത്ത് അനാവശ്യമായ ധൃതിയും ദേഷ്യവും ഒക്കെ വരാനും സാധ്യതയുണ്ട്. സഹപ്രവർത്തകരുമായോ മേലധികാരികളുമായോ തർക്കങ്ങളിൽ ഏർപ്പെടാൻ പോകരുത്. വാക്കുകളൊക്കെ വളരെയധികം സൂക്ഷിക്കുക. എന്നാൽ മാസത്തിൻ്റെ പകുതിക്ക് ശേഷം, അതായത് ജൂലൈ 16-ന് സൂര്യൻ 3-ാം ഭാവത്തിലേക്കൊക്കെ മാറുന്നതോടെ കാര്യങ്ങളൊക്കെ കൂടുതൽ അനുകൂലമാകുന്നതാണ്. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അംഗീകാരമൊക്കെ ലഭിക്കുന്നതുമാണ്. ബിസിനസ്സുകാർക്ക് ഇനി എങ്ങനെയുണ്ടെന്ന് നോക്കാം. ബിസിനസ്സുകാർക്ക് പുതിയ ആശയങ്ങളൊക്കെ നടപ്പിലാക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. എന്നാൽ ബുധൻ വക്രഗതിയിൽ സഞ്ചരിക്കുന്നതിനാൽ ജൂലൈ 7-ന് ശേഷം പുതിയ കരാറുകളിലൊക്കെ ഒപ്പുവയ്ക്കുമ്പോഴും വലിയ നിക്ഷേപങ്ങളൊക്കെ നടത്തുമ്പോഴും ഡോക്യുമെൻറ്റുകളൊക്കെ കൃത്യമായിട്ട് വായിച്ചു നോക്കേണ്ടതാണ്. പങ്കാളിത്ത ബിസിനസ്സൊക്കെ ചെയ്യുന്നവരെ പങ്കാളിയുമായിട്ടൊക്കെ നല്ല ആശയവിനിമയമൊക്കെ നിലനിർത്തുക. വിദേശത്ത് നിന്ന് ഓർഡറുകളോ ലാഭമോ ഒക്കെ പ്രതീക്ഷിക്കുന്നവർക്ക് ശനിയുടെയും രാഹുവിൻ്റെയും ഒക്കെ നില അനുകൂല ഫലങ്ങൾ നൽകുന്നതും ആയിരിക്കും. ഇനി സാമ്പത്തികം എങ്ങനെയുണ്ടെന്ന് നോക്കാം. 2-ാം ഭാവത്തിൽ സൂര്യനും ബുധനും ഒക്കെ വരുന്നതിനാൽ ധനവരവൊക്കെ ഉണ്ടാകുമെങ്കിലും അനാവശ്യമായ ചിലവുകൾ നിങ്ങളെ അലട്ടിയേക്കാം. ജൂലൈ പകുതി വരെയൊക്കെ പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതുമൊക്കെ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. കൊടുക്കൽ വാങ്ങലുകളിലൊക്കെ കൃത്യതയൊക്കെ പുലർത്തുക. എന്നിരുന്നാലും 11-ാം ഭാവത്തിലെ ശനിയുടെ ശുഭദൃഷ്ടിയും സാന്നിധ്യവുമൊക്കെ കാരണം മുടങ്ങിപ്പോയ പണമൊക്കെ തിരികെ ലഭിക്കാനും സാധ്യതയുണ്ട്. നിക്ഷേപങ്ങളിൽ നിന്നൊക്കെ സാവധാന ലാഭമൊക്കെ കണ്ടു തുടങ്ങുന്നതാണ്. ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ നിന്ന് മാസാവസാനം സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഉണ്ടായേക്കാം. ചുരുക്കത്തിൽ കൃത്യമായ ഒരു ബഡ്ജറ്റിങ്ങിലൂടെയൊക്കെ പോയാൽ സാമ്പത്തിക പ്രതിസന്ധികളൊന്നും ഉണ്ടാകുകയുമില്ല. ഇനി കുടുംബജീവിതം എങ്ങനെ ഉണ്ടാകുമെന്ന് നോക്കാം. നിങ്ങളുടെ 4-ാം ഭാവത്തിൽ ശുക്രനും കേതുവും ഒന്നിച്ചാണ് നിൽക്കുന്നത്. ഇത് കുടുംബത്തിൽ ചില സമ്മിശ്രാവസ്ഥകൾ ഉണ്ടാക്കാം. ചെറിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കുടുംബത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് അമ്മയുടെ ആരോഗ്യകാര്യത്തിലൊക്കെ കൂടുതൽ ശ്രദ്ധ വേണം. ചൊവ്വക്ക് ജന്മത്തിൽ നിൽക്കുന്നതിനാൽ നിങ്ങളുടെ പെരുമാറ്റത്തിൽ ചെറിയൊരു ശാഠ്യമോ ദേഷ്യമോ ഒക്കെ പ്രകടമായേക്കാം. ഇത് പങ്കാളിയുമായോ മറ്റ് കുടുംബാംഗങ്ങളുമായോ ഉള്ള ബന്ധത്തെയൊക്കെ ബാധിക്കാതെയും നോക്കേണ്ടത് നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വമാണ്. സൗമ്യമായിട്ടൊക്കെ സംസാരിക്കാൻ ശ്രമിക്കുക. വിട്ടുവീഴ്ച മനോഭാവമൊക്കെ ഉണ്ടെങ്കിൽ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഒക്കെ നിലനിർത്താൻ സാധിക്കുന്നതാണ്. മാസത്തിൻ്റെ 2-ാം പകുതിയിൽ ബന്ധുക്കളുടെ സന്ദർശനം കൊണ്ടോ ചെറിയ യാത്രകളൊക്കെ കൊണ്ടോ കുടുംബത്തിലെ സന്തോഷമൊക്കെ തിരിച്ചു വരുന്നതുമാണ്.
ഇനി ലവ് റിലേഷനൊക്കെ ഉള്ളവർക്ക് ഈ മാസം അല്പം ചിന്താക്കുഴപ്പങ്ങളൊക്കെ നിറഞ്ഞൊരു മാസമായിരിക്കും. പങ്കാളിയുമായിട്ടൊക്കെ അനാവശ്യമായ സംശയങ്ങളോ തർക്കങ്ങളോ ഒക്കെ ഉണ്ടാകാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. ആശയവിനിമയത്തിലെ പോരായ്മകൾ വലിയ പ്രശ്നത്തിലേക്കൊന്നും പോകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. എന്തെങ്കിലും വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് തുറന്ന് സംസാരിക്കുക. വിവാഹ കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മാസത്തിൻ്റെ രണ്ടാം പകുതി കൂടുതൽ അനുയോജ്യമാണ്. മുതിർന്നവരുടെ അനുഗ്രഹത്തോടെയൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതുമാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. വിദ്യാർത്ഥികളുടെ കാര്യം പറയുകയാണെങ്കിൽ ബുധൻ്റെ വക്രഗതി വിദ്യാർത്ഥികളിൽ ചെറിയ രീതിയിലുള്ള ഏകാഗ്രത കുറവൊക്കെ ഉണ്ടാക്കിയേക്കാം. പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നു പോകുന്നതായിട്ടൊക്കെ തോന്നാം. എന്നാൽ വ്യാഴത്തിൻ്റെ അനുകൂല ഭാവമൊക്കെ ഉള്ളതുകൊണ്ട് കഠിനാധ്വാനമൊക്കെ ചെയ്താൽ മികച്ച വിജയമൊക്കെ കൈവരിക്കാനും സാധിക്കുന്നതാണ്. മത്സര പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്നവരുണ്ടെങ്കിൽ അവസാന നിമിഷം പഠനത്തിനായിട്ടൊന്നും മാറ്റിവെക്കാതെ തുടക്കം മുതലേ കൃത്യമായ ഒരു ടൈം ടേബിളൊക്കെ അനുസരിച്ച് പഠിക്കുക. ഉന്നത വിദ്യാഭ്യാസത്തിനായിട്ട് വിദേശത്തോ ദൂരദേശങ്ങളിലേക്കോ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ ചില സൂചനകളും ഈ മാസം ലഭിച്ചേക്കാം. ഇനി ആരോഗ്യകാര്യം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഇടവക്കൂറുകാർ ഈ മാസം അല്പം ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. ചൊവ്വ ജന്മരാശിയിലൊക്കെ നിൽക്കുന്നതിനാൽ രക്തസമ്മർദ്ദം, ബ്ലഡ് പ്രഷർ, ഉദരസംബന്ധമായ അസുഖങ്ങൾ, ചൂട് കാരണമുള്ള ബുദ്ധിമുട്ടുകൾ എന്നിവയൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതുപോലെ യാത്രകളിലൊക്കെ അതീവ ശ്രദ്ധയൊക്കെ പുലർത്തുക. ധൃതി കൂട്ടിയൊക്കെയുള്ള ഡ്രൈവിംഗ് ഒക്കെ പൂർണ്ണമായും ഒഴിവാക്കുക. കൃത്യസമയത്തൊക്കെ ഭക്ഷണം കഴിക്കാനും ധാരാളം വെള്ളം കുടിക്കാനും ഒക്കെ ശ്രദ്ധിക്കണം. മാനസിക പിരിമുറുക്കമൊക്കെ കുറയ്ക്കാൻ യോഗയോ ധ്യാനമോ ഒക്കെ ശീലിക്കുന്നത് വളരെ നന്നായിരിക്കും. ഇനി ഈ മാസത്തെ ദോഷഫലങ്ങളൊക്കെ അകറ്റി ശുഭഫലങ്ങളൊക്കെ വർദ്ധിപ്പിക്കുന്നതിനായി ഇടവക്കൂറുകാർ ചെയ്യേണ്ട ലളിതമായ ചില പരിഹാര മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ജന്മരാശിയിൽ ചൊവ്വയൊക്കെ നിൽക്കുന്നതിനാൽ ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക. കഴിയുന്ന വഴിപാടുകളൊക്കെ കഴിക്കുന്നത് നിങ്ങളുടെ ദേഷ്യവും മാനസിക പിരിമുറുക്കവും ഒക്കെ കുറയാൻ സഹായിക്കുന്നതാണ്. അതുപോലെ വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മിക്ക് നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് സാമ്പത്തിക അഭിവൃദ്ധിക്കും കുടുംബ ഐശ്വര്യത്തിനും ഉത്തമമാണ്. അതുപോലെ ബുധൻ വക്രഗതിയിലാണ്. ബുധൻ്റെ വക്രഗതി ദോഷം മാറാൻ ബുധനാഴ്ചകളിൽ ഗണപതി ഭഗവാന് കർഗമാല സമർപ്പിക്കുന്നതും വിഘ്നങ്ങളൊക്കെ മാറാൻ പ്രാർത്ഥിക്കുന്നതും നല്ലതാണ്. ശനിയാഴ്ചകളിൽ നാഗദൈവങ്ങൾക്ക് വിളക്ക് വെക്കുന്നതോ വഴിപാടുകൾ നടത്തുന്നതോ ജോലിയിലൊക്കെ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അത് മാറാനും സഹായിക്കും. പൊതുവെ പറഞ്ഞാൽ ചില മുൻകരുതലുകളൊക്കെ എടുത്താൽ വലിയ പ്രതിസന്ധിയൊന്നുമില്ലാതെ കടന്നു പോകാൻ സാധിക്കുന്ന ഒരു മാസമാണ് ഇടവക്കൂറുകാർക്ക് ഈ 2026 ജൂലൈ മാസം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.